ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ യാത്ര പൂത്തു നിൽക്കുന്ന സൂര്യകാന്തി പാടം കാണാനും ഒപ്പം 3 ഫോറസ്റ്റിലൂടെയുള്ള അതിമനോഹരമായൊരു മൺസൂൺ റൈഡുമാണ്. രാവിലെ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങി വയനാട് വഴിയാണ് പോകുന്നത്. ഞങ്ങളുടെ കൂടെ ഒരു കപ്പിൾസ് കൂടി ഉണ്ടായിരുന്നു. വയനാട്ടിലെ സ്ഥിരം സ്പോട്ടിലെത്തിയപ്പോൾ ഒരു ചായ കുടിക്കാൻ നിർത്തി. വെറുതെയെങ്കിലും നാട്ടിൽ നിന്ന് കുറ്റിയും പറിച്ച് വന്ന് ഇവിടെ നിന്ന് ചായ കുടിക്കൽ നമ്മുടെ കോഴിക്കോട്ടുകാർക്കൊരു വീക്ക്നെസ് ആണല്ലോ. അവിടെ നിന്ന് ഒരു കാലിച്ചായ കുടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര. നമ്മൾ ചുരത്തിൻ്റെ വളവും തിരിവുമൊക്കെ കയറിയിട്ട് ഏകദേശം ചുരത്തിൻ്റെ മുകളിലെത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വ്യൂ മിസ്സാക്കാൻ തോന്നാറില്ല. ഇവിടെ വണ്ടി നിർത്തിയാൽ ഫൈന് കിട്ടും, അത് വേറെ കാര്യം. എത്ര തവണ കണ്ടതാണെങ്കിലും ഈ ഒരു വ്യൂ മോർണിംഗിൽ കിട്ടുമ്പോൾ അതൊരു അടിപൊളി തന്നെയാണ്. അങ്ങനെ നമ്മൾ വയനാടിൻ്റെ മണ്ണിൽ കാല് കുത്തിയപ്പോൾ തന്നെ ചെറുതായിട്ട് മഴ തുടങ്ങി. കാലല്ല കേട്ടോ, ബൈക്ക് കുത്തിയപ്പോൾ തന്നെ മഴ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ നല്ല ഫുഡിൻ്റെ സ്മെല്ലടിച്ചപ്പോൾ വണ്ടി മെല്ലെ സൈഡാക്കി. ഈ ഒരു കടയിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചത്. സെയിൻ ഫുഡ് കോർട്ട് ചൂണ്ടയിലാണ് ലൊക്കേഷൻ വരുന്നത്. നല്ല അടിപൊളി പത്തലും ബീഫ് ഫ്രൈയും ഒക്കെ നല്ല വെറൈറ്റി ഫുഡാണ് ഇവിടെ ഉണ്ടായത്. നല്ല പൊറാട്ടയും പത്തലും ചിക്കൻ പാർട്സും അതേപോലെ ബീഫും എല്ലാം നല്ല അടിച്ച് കയറ്റി പുറത്താണ് നല്ല കിടിലം വഴി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും പുറത്തേക്ക് നല്ല മഴ കൂടി. പിന്നെ ഒന്നും നോക്കില്ല, 100 രൂപ കൊടുത്തിട്ട് ഓരോ പുതിയ കോട്ട ഇങ്ങോട്ട് വാങ്ങിയിട്ട് ഈ മഴയൊക്കെ കൊണ്ടിട്ട് ബൈക്കുമ്പോൾ ഇങ്ങനെ പോകാൻ ഒരു വല്ലാത്ത ഫീൽ തന്നെയാണ് അല്ലേ. പിന്നെ നമ്മുടെ യാത്രയിൽ ഒരു വെറൈറ്റി ആയിട്ട് കണ്ട ഒരാളാണ് കേട്ടത്. എന്തായാലും അവൻ്റെ മൊഞ്ചി, എന്താ അവൻ്റെ കുളൂസ്, ആ പോക്ക് കണ്ടില്ലേ, ഒരു രക്ഷയില്ല. അങ്ങനെ വണ്ടി സുൽത്താൻ ബത്തേരി എത്തിയതിന് ശേഷം നേരെ മൈസൂർ റൂട്ടിനെ പിടിച്ച് 50 കിലോമീറ്റർ പോയാൽ ഗുണ്ടൽപേട്ട് എത്തും. ഗുണ്ടൽപേട്ടേക്കാണ് നമ്മൾ പോകുന്നത് സൂര്യകാന്തി കാണാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഉള്ളത് മുത്തങ്ങ ഫോറസ്റ്റിലാണല്ലോ. നമ്മുടെ യാത്രയിലെ മറ്റൊരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റൂട്ടിലൂടെ പോവുകയാണെങ്കിൽ 3-3.5 മണിക്കൂർ കൊണ്ട് 3 സംസ്ഥാനങ്ങളിലെ വനത്തിലൂടെ മൃഗങ്ങളൊക്കെ കണ്ടിട്ട് അടിച്ചു പൊളിച്ചൊരു യാത്ര ചെയ്തിട്ട് പോരാ, എവിടെ നിർത്താതെ പോവുകയാണെങ്കിൽ. അങ്ങനെ കുറച്ച് ദൂരം കാട്ടിലൂടെ ഓടിയപ്പോൾ കുറച്ച് നാട്ടാനൊക്കെ കണ്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളെ റൈഡർ ഒന്ന് ചേഞ്ച് ആവണമെന്ന് പറഞ്ഞ് അങ്ങനെ റൈഡർ ചെറുതായിട്ടൊന്ന് മാറ്റി. കാടൊക്കെ അല്ലേ, ഫുള്ള് ഫ്രീ ആണല്ലോ റോഡൊക്കെ. അങ്ങനെ കുറച്ച് ദൂരം കൂടി ഓടിയപ്പോൾ നമ്മൾ ഗുണ്ടൽപേട്ട് എത്തി. ഗുണ്ടൽപേട്ട് എത്തിയ ഉടനെ തന്നെ ഇടത്തെ ഭാഗത്തൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പാടങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് കണ്ട പാടം തന്നെ വണ്ടി സൈഡാക്കിയിട്ട് അവിടേക്ക് കയറി. പിന്നെ അടുത്തേക്ക് എത്തിയപ്പോഴാണ് നമുക്ക് ആ ചതി മനസ്സിലായത്. വളരെ കുറവാണ് ഫ്ലവേഴ്സ്, കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അതും സൂര്യകാന്തി എന്ന് പറയാൻ മാത്രമേ, സൂര്യകാന്തി കുറച്ച് ഏരിയയിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ചെണ്ടുമല്ലി അങ്ങനത്തെ വേറെ ഫ്ലവേഴ്സൊക്കെയാണ് ഉള്ളത്. നമ്മൾ വീഡിയോയും റീൽസും ഒക്കെ കണ്ടിട്ട് വന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയൊന്നും ഇവിടെ ഇല്ലായിരുന്നു. കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഈ സൂര്യകാന്തി ഫ്ലവേഴ്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആകെ ചടച്ച് നമ്മൾ കുറച്ച് കയ്യിൽ നിന്ന് ഏതായാലും 20 രൂപ എൻട്രി ഫീ കൊടുത്ത് ഒരു പ്രൊഫഷണൽ ക്യാമറമാനായിട്ട് നിങ്ങൾ കാണുന്നത്. പ്രൊഫഷൻ അറിയോ, ബാഗൊക്കെ ഇട്ട് സൂപ്പർ. അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം നമ്മുടെ പ്ലാൻ ഗോപാലസ്വാമി ഹിൽ ടെമ്പിൾ പോയി കാണാൻ വേണ്ടിയായിരുന്നു. പോകുന്ന വഴിയെല്ലാം നല്ല വൃത്തിയുള്ള റോഡും അതേപോലെ തന്നെ 2 സൈഡിലും നല്ല കൃഷിയിടങ്ങളും ഉണ്ടായിരുന്നു. കൃഷിയിടത്തിൻ്റെ കൂടെ നല്ല സൂര്യകാന്തി പാടങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒന്നും ഇറങ്ങി ഫോട്ടോ എടുക്കാൻ പറ്റില്ല. എല്ലാ സ്ഥലത്തും ഇറങ്ങി ഫോട്ടോ എടുക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. വഴിക്ക് നൈസായിട്ടൊരു ചായ ഒക്കെ കുടിച്ചിട്ട് നേരെ തന്നെ നമ്മൾ ഗോപാലസ്വാമി ടെമ്പിളിൻ്റെ അവിടേക്ക് വെച്ചിട്ടുണ്ട്. ടെമ്പിളിനടുത്തുള്ള പാർക്കിംഗ് ഏരിയയിൽ വണ്ടി സൈഡാക്കി. ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ലാതെയാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് ആ നീണ്ടു നിവർന്ന് കിടക്കുന്ന വലിയ ക്യൂ ഞങ്ങൾ കണ്ടത്. വരി കണ്ടപ്പോൾ ഞങ്ങളും ആ വരിയിൽ കയറി അങ്ങോട്ട് നിന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഒന്ന് മുന്നിൽ പോയിട്ട് ചോദിച്ചു നോക്കാമെന്നുള്ള രീതിയിൽ മുന്നിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചത്. അവിടെ ആ ഗേറ്റിൻ്റെ അടുത്ത് വരെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് ബസ് ഉണ്ടാകും മുകളിൽ വരെ പോകാൻ. ടെമ്പിളിൻ്റെ അടുത്തേക്ക് ബസ് മാത്രമേ ഉള്ളൂ. ആ ബസ്സിൽ കയറിയിട്ട് വേണം നമുക്ക് പോകാൻ. അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ആ ടിക്കറ്റ് എടുക്കാനുള്ള വരിയായിരുന്നു കണ്ടത്. ഏതായാലും ഞങ്ങൾ ആ വരിയൊക്കെ നിന്നിട്ട് മുകളിലേക്ക് കയറി. പക്ഷേ മുകളിലുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ആനനൊക്കെ നമുക്ക് അടുത്ത് നേരിട്ട് ഇങ്ങനെ കാണാം. ആ കൊമ്പും കുലുക്കി വരുന്നത് കാണാൻ തന്നെ വളരെ ഭംഗിയാണ് കേട്ടോ. പക്ഷെ അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യുന്നൊന്നുമില്ല. എല്ലാവരും തൊട്ടടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ട്. തിരിച്ചു വരുന്ന വഴിയിൽ നമുക്ക് നല്ല അടിപൊളി ഒരു സൂര്യകാന്തി പാടം കണ്ട്. അപ്പോൾ അവിടെ സൈഡാക്കി. അവിടെ 20 രൂപ തന്നെയാണ് എൻട്രി ഫീ വരുന്നത്. പക്ഷേ മുതലായി എന്ന് പറഞ്ഞാൽ നല്ല കിടിലൻ സൂര്യകാന്തി പാടമായിരുന്നു. നമ്മുടെ റീൽസിലും ഫോട്ടോസിലും ഒക്കെ കണ്ട് അതേപോലെ നല്ല നിറഞ്ഞു നിൽക്കുന്ന പൂക്കളൊക്കെ ആയിട്ട് നല്ല അടിപൊളി.
അതിൻ്റെ കൂടെ ഒരു നല്ലൊരു കിടിലം മഴയും കൂടി കിട്ടിയപ്പോൾ സംഗതി വിചാരിച്ചതിനേക്കാളും ഉഷാറായിട്ടോ. എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ്. ഈ ഒരു പൂക്കൾ പൂക്കുന്ന ഈ ഒരു മാസങ്ങളിൽ അടിപൊളിയായിരിക്കും ഈ ഒരു ലൊക്കേഷനിൽ പോവുകയാണെങ്കിൽ. ഇവിടെ കയറിയപ്പോൾ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പോകാനേ തോന്നുന്നില്ല, അത്രയ്ക്ക് അടിപൊളിയാണ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. ഇനി സൂര്യകാന്തി കാണാൻ വരുന്നവർ ഗുണ്ടൽപേട്ടുള്ളത് കണ്ടിട്ട് തിരിച്ചു പോകാൻ നിൽക്കണ്ട, നേരെ ഗോപാലസ്വാമി ഹിൽസിൻ്റെ അടുത്തേക്ക് വന്നാൽ മതി. 14 കിലോമീറ്റർ ഉള്ളൂ. ഈ റൂട്ട് വരുന്ന റൂട്ടും അടിപൊളിയാണ്, ഇതിൻ്റെ അടുത്തുള്ള പാടങ്ങളും കാര്യങ്ങളൊക്കെ സൂപ്പറാണ്. ഇവിടെ വന്ന് കണ്ടുപോകും. ഇനി നമ്മൾ നേരെ നാട്ടിലേക്ക് തിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴിയാണ്. നമ്മുടെ ഈ യാത്രയിൽ 3 സ്റ്റേറ്റ്സിൻ്റെ ഫോറസ്റ്റ് കവർ ചെയ്തിട്ടാണ് നമ്മൾ ഈ റൂട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഒരു 1 ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് റൂട്ടാണ് കേട്ടോ അത്. ഒരു 1 ഡേ കൊണ്ട് നമുക്ക് 3 സ്റ്റേറ്റിലെ ഫോറസ്റ്റും കവർ ചെയ്യാം, ആനിമൽസിനെ കാണാം, പൂക്കൾ കാണാം, എല്ലാം കണ്ടിട്ട് തിരിച്ചു വരാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണിത്. ആനിമൽസിന് ഫുഡ് കൊടുക്കുന്നത് എത്ര പറഞ്ഞാലും ആരും കേൾക്കില്ല. ഇവനൊക്കെ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോയതാണ്. ഇതിന് തൊട്ട ബാക്കിൽ ഒരു ആന ഉണ്ടായിരുന്നു, നമ്മുടെ വീഡിയോയിലാണ് അത് കിട്ടിയത്. അവൻ പോലും ആ ആനനെ കണ്ടിട്ടില്ല. പിന്നെ നമ്മുടെ സ്ഥിരം സാന്നിധ്യമായ മാൻകൂട്ടങ്ങളെയും ഒരുപാട് കണ്ടു. ഈ റൂട്ടിനെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ടല്ലോ. മൃഗങ്ങളെ ഒന്നും കണ്ടില്ലെങ്കിൽ കൂടി വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് ഈ റൂട്ടിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ. അങ്ങനെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് കഴിഞ്ഞ് നമ്മൾ നേരെ മുതുമല ഫോറസ്റ്റിലേക്ക് എൻ്റർ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ നല്ല അടിപൊളി വ്യൂസാണ് ഈ ഒരു മുതുമലയിലുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ നിലമ്പൂർ വഴി നാട്ടിലേക്ക് വെച്ച് പിടിച്ചു. പിന്നെ പോകുന്ന വഴിക്ക് നമ്മുടെ സ്ഥിരം ഹോട്ടലായിട്ടുള്ള ഇവിടെ ഒന്ന് കയറി. ഈ ഹോട്ടലിൻ്റെ ലൊക്കേഷൻ വരുന്നത് മമ്പാടാണ്. അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് ഒറ്റപ്പെടുത്താം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.